L2. നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? യെസ്, വെരി ഗുഡ്. 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കിയല്ലോ. വർക്ക്ഷീറ്റ് ചെയ്ത് അധ്യാപകരെ ഏൽപ്പിച്ചല്ലോ അല്ലേ? ഓക്കെ. എല്ലാ കൂട്ടുകാരും 4ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ച് 5ാം ക്ലാസ്സിലായ വിവരം ക്ലാസ് ടീച്ചർ അറിയിച്ചല്ലോ. ഓക്കെ, ഗുഡ്. എല്ലാ കൂട്ടുകാരും വിജയിച്ച സന്തോഷത്തിലായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. 4ാം ക്ലാസ്സിൽ എൻവയോൺമെൻ്റൽ സയൻസ് അഥവാ പരിസര പഠനം എന്ന വിഷയത്തിൽ ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ബേസിക് സയൻസും സോഷ്യൽ സയൻസും ചേർന്നതാണ് എൻവയോൺമെൻ്റൽ സയൻസ്. അതിൽ സോഷ്യൽ സയൻസിൽ വരുന്ന പാഠഭാഗങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? ഓക്കെ. നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ഏതായിരുന്നു? ഒന്ന് ഓർമ്മിക്കാമോ? യെസ്, കറക്റ്റ്. ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യത്തിലേക്ക്. എന്തൊക്കെയായിരുന്നു ഈ യൂണിറ്റിൽ നാം മനസ്സിലാക്കിയത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ഈ യൂണിറ്റിൽ മനസ്സിലാക്കിയത്. ഒന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതു മുതൽ സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള സംഭവ ബഹുലമായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്തത്. 2, ഐതിഹാസികമായ ഇന്ത്യൻ സമര പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച രീതികൾ നാം വിനിമയം ചെയ്തു. 3, ബ്രിട്ടീഷ് ക്രൂരതകൾക്കെതിരെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരത്തിലൂടെ ഇന്ത്യൻ ജനതയെ അണിനിരത്തി ഗാന്ധിജി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളും നാം മനസ്സിലാക്കി. അതിലേറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കിയത് ഗാന്ധിജി മുന്നോട്ട് വെച്ച പുതിയൊരു സമരമാർഗമായിരുന്നു. നമുക്കറിയാം ആ സമരമാർഗം സത്യാഗ്രഹം അല്ലേ? എന്താണ് സത്യാഗ്രഹം? ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കിയാലോ, എന്താണ് സത്യാഗ്രഹം? സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്, എതിർക്കുകയും വേണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്, അഹിംസ കൈവെടിയരുത്. സത്യാഗ്രഹ മീൻസ് holding on to truth, never accept anything evil, oppose it. However, do not use violence while opposing. Never give up non-violence. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ച ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഏതായിരുന്നു? പറയൂ. ഗുഡ്, സത്യാഗ്രഹം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാമോ? ഒരു കൊളാഷ് ശ്രദ്ധിച്ചാലോ? ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു, നികുതികൾ വർദ്ധിപ്പിച്ചു, പുതിയ നികുതികൾ ഏർപ്പെടുത്തി. കർഷകരുടെ ജീവിതം ദുരിതപൂർണം. കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. ദേശഭക്തി ഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്തെ മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു. ആർട്ടിസാൻസ് ആൻഡ് വീവേഴ്സ് സ്റ്റാർവിംഗ്. ടാക്സസ് ഇൻക്രീസ്ഡ്, ന്യൂ ടാക്സസ് ഇൻട്രൊഡ്യൂസ്ഡ്. സ്റ്റുഡൻസ് പണിഷ്ഡ് ഫോർ സിംഗിങ് പാട്രിയോട്ടിക് സോങ്സ്. പെസൻസ് ലിവ് ഇൻ മിസറി. Editor hanged on a roadside tree for publishing patriotic song. ഇതായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്നും
ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ, ഇന്ത്യക്കാരെ ഭയപ്പെടുത്തിയും കൊലപ്പെടുത്തിയുമായിരുന്നു അവർ ഭരിച്ചിരുന്നത്. അവരുടെ ഏതു നിയമങ്ങൾ അനുസരിക്കാനും നാം നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ അണിചേരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. The British ruled India by threatening and killing the Indians. We were forced to obey all their rules. Gandhiji exhorted the people to stand united against the harassment and the injustice of the British rulers. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി നാം മനസ്സിലാക്കി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പോരാട്ടം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 ഖേദ സമരം, 1918 തന്നെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം. നമുക്ക് ഓർമ്മയുണ്ടാവും ഈ കാര്യങ്ങൾ. വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഖേദ സമരം നടന്നത്. നമുക്കറിയാം, തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നും നാം മനസ്സിലാക്കി. The early agitations led by Gandhiji in India were the Champaran Satyagraha in 1917, the Kheda Satyagraha in 1918, and the Ahmedabad mill strike in 1918. The Champaran Satyagraha was fought for the peasants of Champaran in Bihar. The Kheda Satyagraha demanded that the taxes imposed on peasants should be reduced. The Ahmedabad textile mill strike was for raising wages. ഇത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളായിരുന്നു. ഈ സമരങ്ങളുടെ പ്രത്യേകത ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന സമരങ്ങളായിരുന്നു. നാം ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹവും ഖേദ സത്യാഗ്രഹവും അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരവും. ഗാന്ധിജി ഇനി നടത്തുന്ന സമരം ഇന്ത്യ മുഴുവനും വ്യാപിച്ച സമരങ്ങളായിരുന്നു. അതാണ് ആ സമരങ്ങളുടെ പ്രത്യേകത. അത് നമുക്കറിയാവുന്നതാണ്. ഏതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവനും വ്യാപിച്ച സമരങ്ങൾ? 3 സമരങ്ങളായിരുന്നു ഗാന്ധിജി അങ്ങനെ സംഘടിപ്പിച്ചത്. ഒന്ന്, നിസ്സഹകരണ സമരം അഥവാ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. നിയമലംഘന സമരം അഥവാ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹ. ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് 3ഉമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്ന സമരം. എന്തായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ പ്രത്യേകത? നമുക്ക് നോക്കിയാലോ. ഒന്ന്, ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി നിസ്സഹകരണ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു. ഖാദി പ്രോത്സാഹിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക തുടങ്ങിയവയായിരുന്നു നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ. Non-cooperation movement. Gandhiji called for a countrywide strike after the Jallianwala Bagh incident, not to cooperate with the British government.
promote khadi, avoid liquor, propagate Hindi language, boycott foreign clothes, etc. were the demands of the non-cooperation movement. എന്താണ് നിയമലംഘന സമരം അഥവാ ഉപ്പ് സത്യാഗ്രഹം? ഒന്ന് ഓർമ്മിക്കാമോ? എന്തിനായിരുന്നു നിയമലംഘന സമരം നടന്നത്? ഉപ്പിനുമേൽ നികുതി ചുമത്തിയതിനെതിരെയാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി കടപ്പുറത്തെത്തി ഗാന്ധിജിയും അനുയായികളും ഉപ്പ് നിയമം ലംഘിച്ചു. കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അലയൊലികൾ മുഴങ്ങിക്കെട്ടു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ ആയിരുന്നു. വാട്ട് ഈസ് സാൾട്ട് സത്യാഗ്രഹ? The British levied taxes on salt. Gandhiji violated the salt law on Dandi seashore. K. Kelappan was the leader of Salt Satyagraha in Kerala. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മൂന്നാമത്തെ ദേശവ്യാപക സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഭാരതത്തിന് സമ്മാനിച്ചു. ഇന്ന് ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആഘോഷിക്കുന്നു. ഗാന്ധിജി ഡിമാൻഡഡ് ദ ബ്രിട്ടീഷ് ടു ലീവ് ഇന്ത്യ. ഗാന്ധിജി കോൺട്രിബ്യൂട്ടഡ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ. വി ഒബ്സർവ് ഓഗസ്റ്റ് 9 ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. ഇനിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായ പോരാട്ടങ്ങൾ നടത്തിയ നിരവധി നേതാക്കൾ വേറെയുണ്ട്. ഏതൊക്കെയാണ് ആ നേതാക്കൾ ഒന്ന് ഓർമ്മിക്കാമോ? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അതിനുശേഷം നാം ചർച്ച ചെയ്തത് കലകളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് ആർട്ട് എന്ന യൂണിറ്റ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ യൂണിറ്റിൽ നിന്നും നാം മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? എന്തൊക്കെയായിരുന്നു ഈ അധ്യായം പ്രതിപാദിച്ചത്? പ്രധാനമായും കേരളത്തിലെ കലാരൂപങ്ങളെക്കുറിച്ചും നാടൻ പാട്ടുകളെക്കുറിച്ചുമായിരുന്നു ഈ യൂണിറ്റ് ചർച്ച ചെയ്തത്, അല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ? കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി. ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ കഥകളി അഭ്യസിക്കാൻ കഴിയൂ. കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കഥകളി ഈസ് എൻ ആർട്ട് ഫോം ഓഫ് കേരള. ഇൻ കഥകളി, ഡാൻസ്, ആക്ടിംഗ്, music and the mudras are equally important. Kathakali can be learned only through continuous practice. Kathakali is known as the king of arts. തിരുവാതിരക്കളി. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിരക്കളി. നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ നൃത്തം വയ്ക്കുന്നു. കൈകൊട്ടി പാട്ടുപാടിയാണ് തിരുവാതിര കളിക്കുന്നത്. Women perform dance around a lighted lamp on the day of Tiruvadira in the month of Dhanu. During the Tiruvadirukali, women wear traditional Kerala costumes, decorate their hair with Deshapushpam and clap their hands in tune with specially tuned songs. Kolkali. വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവടുവെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി. കോൽക്കളി is an art form where the performers dance in a circle.
They sing together and dance to the rhythm of the song, beating the sticks in tune with the song. ഇവയെ കൂടാതെ ചാക്യാർകൂത്ത്, മാർഗം കളി, കൂടിയാട്ടം, ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി മുതലായ കലാരൂപങ്ങളും കേരളത്തിൽ പ്രസിദ്ധമാണ്. കലകളിലെ പ്രധാന വിഭാഗങ്ങളാണ് ചിത്രകലയും ശില്പകലയും. നാം മനസ്സിലാക്കിയതാണ്. ലോകപ്രശസ്ത ചിത്രകാരനായ രാജ രവിവർമ്മ കേരളീയനാണ്. പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ ആർ ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ്. The world famous painter രാജ രവിവർമ്മ belongs to കേരള. എന്താണ് നാടൻ പാട്ടുകൾ? നാം പഠിച്ചതാണല്ലോ, പറയാമോ, ഒന്ന് ഓർമ്മിക്കാമോ? എന്താണ് നാടൻ പാട്ടുകൾ? തലമുറ തലമുറയായി പാടി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ. കൃഷി, കൈത്തൊഴിലുകൾ, വിനോദം, ആചാരങ്ങൾ, ജീവിത രീതികൾ എന്നിങ്ങനെ അനേകം വിഭാഗങ്ങളിലുള്ള നാടൻ പാട്ടുകളുണ്ട്. Folk songs are songs of a locality that are passed from one generation to another. Folk songs are different types. Those related to farming, handicrafts, entertainments, customs, lifestyle, etc. എന്നാൽ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോയാലോ? മാനത്തേക്ക് അഥവാ അപ്പ് എബവ് ദ സ്കൈ എന്നതായിരുന്നു നമ്മുടെ അടുത്ത ചാപ്റ്റർ. എന്തൊക്കെയായിരുന്നു നാം ഈ യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കിയത്? ആകാശ കാഴ്ചകളെക്കുറിച്ചും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ് ഈ യൂണിറ്റ് പ്രതിപാദിക്കുന്നത്. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചും ഭ്രമണം, പരിക്രമണം, അമാവാസി, പൗർണമി തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ചും ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നു. ഗ്രഹവും ഉപഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നാം മനസ്സിലാക്കിയല്ലോ. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഭൂമി ഒരു ഗ്രഹമാണ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്നും പറയുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ എലോങ് എ ഡെഫിനിറ്റ് പാത്ത്. The earth is a planet. Satellites are heavenly bodies that revolve around planets. The moon is the satellite of the earth. അടുത്ത് നാം മനസ്സിലാക്കിയത് ഭ്രമണവും പരിക്രമണവും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ഭ്രമണവും പരിക്രമണവും? നാം മനസ്സിലാക്കിയല്ലോ, ഒന്ന് ഓർമ്മിക്കാമോ? ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം. ഇതാണ് ഒരു ദിവസം. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. The spinning of the earth on its own axis is called rotation. It takes 24 hours for the earth to complete one rotation. This is one day. The movement of the earth around the sun is called revolution. The earth takes 365 and quarter days to move around the sun once. This is 1 year. തുടർന്ന് നാം കണ്ടത് അമാവാസി, പൗർണമി എന്നീ പ്രതിഭാസങ്ങളാണ്. എന്താണ് അമാവാസിയും പൗർണമിയും? സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമാണ്. ഭൂമിയിൽ നിന്നും നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അഥവാ വെളുത്തവാവ്. വാട്ട് ഈസ് ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ? ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ആൾ when the part of the moon that does not get sunlight faces the earth. This day is called new moon day or amavasi. The day on which the illuminated part of the moon is fully visible from the earth is called full moon day or പൗർണമി. തുടർന്ന് നാം കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? വാട്ട് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? നാം മനസ്സിലാക്കിയല്ലോ, ഓർമ്മിക്കാമോ? മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച്
ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ആര്യഭട്ട, എജ്യൂസാറ്റ്, ഇൻസാറ്റ് എന്നിവ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ മാൻ ആൻഡ് സെൻറ്റ് ടു സ്പേസ് ഫോർ വേരിയസ് പർപ്പസസ്. These satellites are sent to outer space with the help of rockets. Aryabhatta, EduSat and InSat are some of the artificial satellites launched by India. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ഭാഗത്തെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ നാം മനസ്സിലാക്കിയത്. അപ്പോൾ ഒന്ന് ഓർമ്മിക്കാമോ നാം ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ? പ്രധാനമായും ഗാന്ധിജിയുടെ വരവാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നാം മനസ്സിലാക്കിയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന ഗാന്ധിജി 3 സമരങ്ങൾ ആദ്യം സംഘടിപ്പിക്കുന്നു. ചമ്പാരൻ സത്യാഗ്രഹ, ഖേദ സത്യാഗ്രഹ, അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം. അതിനുശേഷം ദേശവ്യാപകമായി ഗാന്ധിജി സംഘടിപ്പിച്ച സമരങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏതൊക്കെയായിരുന്നു അവ? നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിയമലംഘന സമരം അഥവാ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അതിൻ്റെ ഭാഗമാണ് ഉപ്പ് സത്യാഗ്രഹം അഥവാ സാൾട്ട് സത്യാഗ്രഹ. 3ാമത്തെ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത യൂണിറ്റിൽ നാം മനസ്സിലാക്കിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളെക്കുറിച്ചായിരുന്നു. കേരളം ലോകത്തിന് സമ്മാനിച്ച കലാരൂപമാണ് കഥകളി. അതിനുശേഷം നാം മനസ്സിലാക്കിയത് തിരുവാതിരക്കളി, കോൽക്കളി മുതലായ കേരളത്തിൻ്റെ കലാരൂപങ്ങളെക്കുറിച്ചായിരുന്നു ആ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. 3ാമത്തെ യൂണിറ്റിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയത്. ഭ്രമണം, പരിക്രമണം, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയും, തുടർന്ന് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായ അമാവാസി, പൗർണമി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും കൃത്രിമോപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ കുറിച്ചുമായിരുന്നു തുടർന്ന് നാം ചർച്ച ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നാം 1ാം ഭാഗത്തിൽ മനസ്സിലാക്കിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നന്ദി, നമസ്കാരം.